നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം ഇത് ഏത് ഫീൽഡിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എങ്ങനെ പഠിക്കാം, ഹൗ ടു ലേൺ എന്നുള്ളൊരു കാര്യം. കാരണം നമ്മൾ ജീവിതത്തിൽ എല്ലാ സ്റ്റേജസിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമായിരിക്കാം, അല്ല ചിലപ്പോൾ പുതിയ വഴികൾ പഠിക്കുകയായിരിക്കാം, ചിലപ്പോൾ ഒരു സ്കില്ല് പഠിക്കുകയായിരിക്കാം. അപ്പം നമ്മൾ ഓരോ ദിവസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുകയാണ്. ചിലപ്പോൾ ഒരു പുതിയ ഇൻഫർമേഷൻ പഠിക്കുമായിരിക്കാം. അപ്പം ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഓക്കെ, അത് അക്കാഡമിക്സിലേക്ക് മാത്രം ചുരുങ്ങിയതല്ല, അല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലേക്ക് മാത്രം ചുരുങ്ങിയ ഒരു കാര്യമല്ല. ഓരോ ദിവസവും നമ്മൾ പഠിക്കുകയാണ്. നിങ്ങളൊരു പേരൻ്റ് ആണെങ്കിൽ നിങ്ങൾ പേരൻറ്റിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കാഡമിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇതെല്ലാം ഉപരിയായിട്ട് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം പുതിയ പുതിയ എക്സ്പീരിയൻസസ് ആണല്ലോ. അപ്പോൾ അത് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ സ്പെസിഫിക്കലി നമ്മൾ ഈ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷനിലേക്കോ അക്കാഡമിക്സിലേക്കോ വരുമ്പോൾ എങ്ങനെ പഠിക്കാം എന്നുള്ളതിന് ഞാനൊരു ചെറിയൊരു ടിപ്പ് പറയാം, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ആ ചെയ്യുന്ന കാര്യത്തെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു ബോറിങ് എക്സ്പീരിയൻസ് ആയിട്ട് മാറും. ദാറ്റ്സ് ഫോർ ഷുവർ. അപ്പം അതുകൊണ്ടാണ് ഫൺ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരിക്കണം. ഒരു ഫൺ എലമെൻറ്റ് നമ്മളുടെ പഠനത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഫൺ എലമെൻറ്റ് നമുക്ക് പല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോഴോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോർട്സിൽ എൻഗേജ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ആർട്സിൽ എൻഗേജ് ചെയ്യുമ്പോഴോ ഒക്കെ നമ്മൾ വി ആർ എൻജോയിങ് ദാറ്റ് പ്രോസസ്സ് അല്ലേ. നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിരിക്കും. നമ്മൾ ആ പഠനം റിലാക്സ്ഡ് ആയിരിക്കും. നമ്മൾ അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിരിക്കും. അതിൻ്റെ ഔട്ട്കമും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ പഠനത്തിലേക്ക് വരുമ്പോൾ, നമ്മളുടെ അക്കാഡമിക്സിലേക്കോ പഠനത്തിലേക്കോ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫണ്ണ് കണ്ടെത്താൻ പറ്റാതെ വരുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും എന്തിന് പഠിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതിന് ഒരു ഉത്തരം കിട്ടും. അതായത് ഞാൻ എന്തിനാണ് ഇത് പഠിക്കുന്നത്, എൻ്റെ ലൈഫിൽ ഇതിനെ എനിക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചോദിച്ചാൽ കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല നമ്മൾ കരിക്കുലത്തിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ ലൈഫിൽ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ, പല സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം. രണ്ട്, നിങ്ങളുടെ സ്ട്രോങ് ഇൻറ്റൻഷൻ അല്ലെങ്കിൽ സ്ട്രോങ് വിഷൻ അല്ലെങ്കിൽ സ്ട്രോങ് ഗോൾ എന്താണെന്നുള്ളത്. ഇപ്പോൾ സിവിൽ സർവീസ് ആകുകയാണ് നിങ്ങളുടെ സ്ട്രോങ് ഗോൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിച്ചേ മതിയാവും അല്ലേ. കാരണം നിങ്ങളുടെ ഒരു ഔട്ട്കം, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്, ഒരു സിവിൽ സർവൻ്റ് ആകുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ ഒരു എക്സാമിനേഷൻ നമ്മൾ കടന്നേ മതിയാകത്തുള്ളൂ. ആ എക്സാമിനേഷൻ കടക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഈ എക്സാമിനേഷൻ എല്ലാം എഴുതി സിവിൽ സർവീസ് ആയതിനു ശേഷവും നിങ്ങൾ പഠിക്കണം. ഒരുപാട് കാര്യങ്ങൾ പിന്നെയും പഠിക്കണം. പല ഫയലുകൾ പഠിക്കണം, പല പോളിസികൾ പഠിക്കണം, പല പോളിസികൾ മേക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമാകണം, പല പോളിസികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമാകണം. അങ്ങനെ ഒരുപാട് പോളിസിയിലും ഡിസിഷൻ മേക്കിങ്ങിലും ഒക്കെ നമ്മൾ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങളുടെ പഠനം എൻജോയബിൾ ആക്കുക എന്നുള്ളതാണ്. രണ്ട്, നിങ്ങളെ തന്നെ നിങ്ങൾ റിവാർഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അഭിനന്ദിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഞാനിത് അച്ചീവ് ചെയ്തു. പിന്നെ നമ്മൾ വലിയ ഗോളുകൾ സെറ്റ് ചെയ്യാതെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളൊരു ഇതെടുക്കുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റ് ഞാൻ ഒരു ദിവസം കൊണ്ട് പഠിച്ച് തീർക്കും എന്ന് പറയുന്നതിനേക്കാളും നിങ്ങൾ ബ്രേക്ക് ചെയ്യുക. ഓക്കെ, ആ വലിയ ചങ്ക് ഓഫ് ഇൻഫർമേഷനെ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് ചെറിയ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ആ മുഴുവൻ കാര്യങ്ങളും പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. അതായത് നമുക്കൊരു സബ്ജക്റ്റിനെ തന്നെ നമുക്ക് പല ഡിവിഷൻസ് ആക്കാം. അതിനെ സ്ട്രക്ചർ ചെയ്യാൻ പറ്റും അല്ലേ, പലതായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആ ക്ലാസിഫൈ ചെയ്ത് തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഹിസ്റ്ററിയുടെ കേസ് എടുക്കുകയാണ്. നമുക്ക് ഹിസ്റ്ററി തന്നെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അപ്പം ഏൻഷ്യൻ ഹിസ്റ്ററി എന്ന്, മിഡീവൽ ഹിസ്റ്ററി എന്ന്, മോഡേൺ ഹിസ്റ്ററി എന്ന് തിരിക്കാം. ഇതിൽ നമ്മളിപ്പം എടുത്തിരിക്കുന്നത് ഏൻഷ്യൻ ഹിസ്റ്ററിയാണ് പഠിക്കാൻ പോകുന്നത്. ഏൻഷ്യൻ ഹിസ്റ്ററി നമുക്ക് പിന്നെയും തരംതിരിക്കാം. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട്, പ്രീ ഹിസ്റ്റോറിക് ഒരു ടൈം പീരീഡ് ഉണ്ട്, പിന്നെ ഋഗ്വേദിക്കിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട്, മൗര്യൻ എംപയറിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട്, ജനപദാസിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട്. അപ്പം ഇത് പിന്നെയും ഒരു ഡിവിഷനായി. ഇനി അതിനെ നമുക്ക് പിന്നെയും തരംതിരിക്കാനായിട്ട് പറ്റും. ഞാൻ പഠിക്കാൻ പോകുന്നത് മൗര്യൻ എംപയറിനെ പറ്റിയിട്ടാണ്. മൗര്യൻ എംപയറിൻ്റെ അഡ്മിനിസ്ട്രേഷനാണ് ഞാൻ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചു. അപ്പം നമ്മൾ ഇത്രയും ക്ലാസിഫിക്കേഷൻ നടത്തി നമ്മൾ പഠിക്കുന്നത് എന്താണ്, ആ മൗര്യൻ എംപയറിനെ പറ്റിയിട്ടാണ്. അടുത്ത ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുപ്ത എംപയറിനെ പറ്റി പഠിക്കാം, അല്ലെങ്കിൽ മഹാജനപദാസിനെ പറ്റി പഠിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ എല്ലാ കാര്യങ്ങളോടും നമുക്ക് ഒരുമിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് പ്രോസസ്സ്. അടുത്ത് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്,
നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും ഒരു സബ്ജക്റ്റിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ സബ്ജക്റ്റിനെ പറ്റി ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതായത് നമുക്ക് ചിലപ്പോൾ അറിയാത്തൊരു സബ്ജക്റ്റ് ആയിരിക്കാം. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് പേജ്, ഒരു ബുക്ക് എടുത്ത് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് പേജ് ആ ബുക്കിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഓവറോൾ അതിൻ്റെ കോണ്ടൻറ്റും അതേപോലെ തന്നെ ഈച്ച് പേജിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ സബ് ഹെഡിങ്സോ അല്ലെ ഹെഡിങ്സോ ഒക്കെ വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഈ പുസ്തകം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഈ പുസ്തകം എന്തിനെപ്പറ്റി പറയാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു ഓവർവ്യൂ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ഒരു മോട്ടിവേഷനെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യും. അതായത് നിങ്ങളത് വായിക്കുമ്പോൾ അതിന് വായിക്കാനുള്ളൊരു ത്വര നിങ്ങളിലുണ്ടാക്കും, അത് വായിക്കാൻ നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പം എപ്പോഴും ഏതൊരു സബ്ജക്റ്റ് എടുത്താലും, ഇപ്പോൾ ഹിസ്റ്ററി എടുത്താലും ജോഗ്രഫി എടുത്താലും ഒക്കെ അതിൻ്റെ ഒരു ഓവർവ്യൂ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, എന്താണ് മൊത്തത്തിൽ ഞാൻ ഈ ഒരു സബ്ജക്റ്റിൽ എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കും അല്ലേ, നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് പോകാൻ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കും. അപ്പം ഈ ഗൂഗിൾ മാപ്പിൻ്റെ ഒരു വ്യൂ നോക്കുമ്പോൾ നമ്മുടെ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് ചെല്ലേണ്ട ഡെസ്റ്റിനേഷൻ കാണാൻ പറ്റും. 1. 2, ഒരുപാട് വഴികളുണ്ട്, ഈ വഴികളിലൂടെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ വഴി കൃത്യമായിട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പം വലിയൊരു ഓവർവ്യൂ നമുക്കവിടെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതേപോലൊരു ഓവർവ്യൂ ആണ് നമ്മൾ സബ്ജക്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പം സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഫസ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് പോവുകയും അതിനെ സ്പെസിഫിക് ആയിട്ട് പഠിക്കുകയും ചെയ്യുന്നു. പിന്നീട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു, അതിനെ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നു. അപ്പം നമുക്കറിയാം ഞാൻ എത്ര സമയം കൊണ്ട് ഈ സബ്ജക്റ്റിനെ മുഴുവൻ എനിക്ക് കവർ ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. കാരണം നമുക്ക് ആ സബ്ജക്റ്റിനെ പറ്റി ഒരു ഓവർവ്യൂ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ലേണിങ്ങിനെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാം. പിന്നീട് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളെപ്പോഴും അതിൻ്റെ അഡ്വാൻസ് ലെവലിലേക്ക് ചാടിപ്പോകാതെ എപ്പോഴും അതിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം മാത്സ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ പെർസെൻറ്റേജ് കാണാൻ നമുക്ക് അറിയണമെന്നില്ല, അല്ലെങ്കിൽ റേഷ്യോ കാണാൻ നമുക്ക് അറിയണമെന്നില്ല. അബ്സല്യൂട്ട്ലി ഫൈൻ, നമുക്ക് അറിയില്ല എന്ന് പറയുന്നൊരു പ്രശ്നമൊന്നുമല്ല. അറിയില്ല എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം. പക്ഷേ അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് അറിയില്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വർഷങ്ങളോളം ഇരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എവിടെയാണ് എൻ്റെ ഫൗണ്ടേഷൻ? ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ ഫൗണ്ടേഷൻ പഠിച്ചിട്ടുള്ള 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ആയിരിക്കാം. പക്ഷേ 4ാം ക്ലാസ്സിൽ പോയി പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ 4ാം ക്ലാസ്സിൽ പഠിച്ച് ഇൻഫർമേഷൻ അറിയാവുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ടായിരിക്കുമല്ലോ, അവരോട് നിങ്ങൾക്ക് ചോദിച്ച് പഠിക്കാം. ഈ റേഷ്യോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്താ അറിയേണ്ടത്? കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ഇപ്പം ബേസിക്കായിട്ട് ഞാൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ആ ബേസിക് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് പിന്നെ ഈ അഡ്വാൻസ് ലെവലിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും ഓർത്തുകൊള്ളുക, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലേണിങ്ങിൻ്റെ പ്രോസസ്സിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കൺഫ്യൂഷൻ വരികയാണ്, എവിടെയെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഫൗണ്ടേഷൻ എവിടേക്കോ ലാക്ക് ചെയ്യുന്നുണ്ട്. സോ ഗോ ബാക്ക് ടു ദാറ്റ് ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ അത് അറിയാവുന്ന ഒരാളുടെ അടുത്ത് ചോദിക്കുക, മനസ്സിലാക്കുക, തിരിച്ച് ആ ഒരു സ്റ്റേജിലേക്ക് വരിക, അത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള പല പല ടിപ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾ പഠിക്കുന്ന സമയത്ത്. ഇപ്പം ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വാസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേണിങ്ങിൻ്റെ പല പല ടിപ്സുകളും ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.